മോനെ, അവൻ തീർന്നോ? ഇല്ല അമ്മേ, ഞാൻ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങുന്നതുവരെ അവനവിടെ വലിച്ചൊലിച്ച് കിടക്കുമായിരുന്നു. ഇനി പോയി നോക്കിയാലേ എന്തായെന്ന് അറിയാൻ പറ്റൂ. നീ എന്തിനാണ് ആശുപത്രിയിൽ നിന്ന് മാറിയേ? നിന്നോട് ഞാൻ അവിടെ തന്നെ ഉണ്ടാവണമെന്ന് പറഞ്ഞല്ലേ? എന്റെ പൊന്നമ്മേ, ഞാൻ ഈ സമയത്തെ ചായ സ്നാക്സ് കഴിക്കാൻ വന്നതല്ല. ഞാൻ അവളെ ഫോളോ ചെയ്ത് വന്നതാ. ഋതികയോ? അല്ല, അവളെവിടെ പോയതാ? എന്റെ അമ്മേ, അവളുടെ ജാതകം തിരുത്തി എഴുതാനുള്ള എഴുത്താണ് എനിക്ക് കിട്ടിയമ്മേ. എന്താ നീ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. ആ വിവരം കെട്ടവള് അവന് വേണ്ടി പ്രാർത്ഥിക്കാൻ ക്ഷേത്രത്തിൽ വന്നു. ക്ഷേത്രത്തിൽ നിന്ന് അവള് അവളുടെ പ്രാണനാഥന് വേണ്ടി മനസ്സൊരുക്കി അങ്ങ് പ്രാർത്ഥിച്ചപ്പോ അവളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. കേൾക്കാൻ പാകത്തിന് നല്ല വൃത്തിയായി അവള് ചില ഏറ്റുപറച്ചിലുകൾ നടത്തി. എന്നിട്ട് എല്ലാം ഞാൻ എന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അവളുടെ ദിവ്യ പ്രണയത്തിന്റെയും എല്ലാ നാടകത്തിന്റെയും ക്ലൈമാക്സ് ഇപ്പൊ നമ്മുടെ കയ്യിലമ്മേ. കരക്കിയുടെ മോനെ. രാജു ഉടനെ തീരും. പിന്നെ വിധവ ചമഞ്ഞ് അവളെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞാലും എന്റെ കയ്യിലുള്ള വീഡിയോ അമ്മാവനെ കാണിച്ച് അവളെ എനിക്ക് താലി കണ്ടു. നമ്മുടെ സമയം തെളിഞ്ഞട മോനെ. ദൈവത്തിനോട് പ്രാർത്ഥിച്ചത് ഋതികയാണെങ്കിലും ദൈവം ഇപ്പൊ നിൽക്കുന്നതേ എന്റെ കൂടെയാ. ഇനി എല്ലാം എന്റെ കയ്യിലേക്ക് വരാൻ അധിക സമയമില്ല അമ്മേ. ഋതികയുടെ ഭാവി എങ്ങനെ വേണോന്ന് ഇനി ദീപക് തീരുമാനിക്കും. കുടുംബത്തിന്റെ പേരും പ്രതാപവും പ്രതാപവർമ്മയും ഇനി മുതലേ ഈ ദീപകിന്റെ കാൽച്ചൂട്ടിലായിരിക്കും.